ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച OTT റിലീസിന് വേണ്ടി ചിത്രങ്ങളും മറ്റ് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായി. UBARA സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഈ ചിത്രം വരുന്ന നവംബർ 27-നാണ് തിയേറ്റർ റിലീസിനായി വരുന്നത്. ധനുഷ്, അരുൺ വിജയ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഇഡലി കടൈ എന്ന ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ചിത്രം വരുന്ന ഒക്ടോബർ 29-ാം തീയതി നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം ദുൽഖർ സൽമാന്റെ കാന്ത ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ഭാഗ്യശ്രീ ബോർസെ, സമുദ്രകനി എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ വരുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം വരുന്ന നവംബർ 14-ാം തീയതി തിയേറ്റർ റിലീസിനായി എത്തുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ലാലേട്ടന്റെ ലേറ്റസ്റ്റായി റീ റിലീസിനെത്തിയിട്ടുള്ള രാവണ പ്രഭു എന്ന ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. ചിത്രം കേരളത്തിൽ നിന്നും 3.45 കോടിയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 60 ലക്ഷവും ഓവർസീസിൽ നിന്നും 64 ലക്ഷം രൂപയുമാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. ചിത്രം 4.69 കോടിക്കടുത്താണ് ഓവറോൾ ടോട്ടൽ ഗ്രോസ് കളക്ഷനായി നേടിയിരിക്കുന്നത്. മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ചിത്രം വരുന്ന ഒക്ടോബർ 31-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ കൂട്ടുകെട്ടിൽ വരുന്ന ഡൈസ് എറെ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സമയം പുറത്തുവിട്ടു. സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ചിത്രത്തിന്റെ ട്രെയിലർ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് റിലീസ് ചെയ്യുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ചിത്രം വരുന്ന ഒക്ടോബർ 31-നാണ് തിയേറ്റർ റിലീസിനായി വരുന്നത്. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവരെല്ലാം ചേർന്ന് അഭിനയിക്കുന്ന അതിരടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. നവാഗത സംവിധായകനായിട്ടുള്ള അരുൺ അരവിന്ദനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ബേസിൽ ജോസഫും ഡോക്ടർ ആനന്ദവും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രം ഒരു കംപ്ലീറ്റ് ആക്ഷൻ ക്യാമ്പസ് എന്റർടൈനർ ആയിരിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം. വെൽക്കം ടു ഡയറി എന്ന സീരീസിന്റെ ആദ്യ എപ്പിസോഡ് വരുന്ന ഒക്ടോബർ 27-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.